ഞങ്ങളുടെ കഴിഞ്ഞ വാട്ടർ കൂൾഡിന്റെ ഓയിൽ കൂൾഡ് പമ്പിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ബെസ്റ്റ് എന്ന്. അപ്പൊ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയാം, അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഏതാ ബെസ്റ്റ് എന്ന്. ഒരു ഓയിൽ ഫീൽഡ് പമ്പിൽ നോൺ ടോക്സിക് ഫുഡ് ഗ്രേഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല കുക്കിംഗ് ഓയിലുകളും റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിൽ നല്ല ക്ലിയർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓയിൽ കൂൾഡ് പമ്പിൽ ഡബിൾ സൈഡ് ബോൾ ബെയറിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ലോസ് വളരെ കുറവാണ്. അത് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജിങ് കുറവായിരിക്കും. എന്നാൽ ഒരു വാട്ടർ ഫീൽഡ് പമ്പിൽ ബുഷ് ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറച്ച് കൂടുതലാണ്, അത് കുറച്ച് കറണ്ട് കൂടുതലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ് നോർമൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ബെയറിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓയിൽ ഫീൽഡ് പമ്പ് എനി ആംഗിളിൽ സെറ്റ് ചെയ്യും. അതായത് 360 ഡിഗ്രിയുള്ള എനി ആംഗിൾ നമുക്ക് തലതിരിച്ചോ കുത്തനെയോ വെർട്ടിക്കലോ എങ്ങനെ വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിൽ അത് സ്പെസിഫിക് ആയിട്ട് വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ മാത്രം, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഓയിൽ ഫീൽഡ് പമ്പിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്, എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഓയിൽ ഫീൽഡ് പമ്പിൽ കപ്പാസിറ്റർ വാല്യൂസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് കുറവായിരിക്കും. എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിന് കപ്പാസിറ്റർ വാല്യൂസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഉണ്ടെങ്കിലേ വാട്ടർ ഫീൽഡ് പമ്പ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്കും കുറച്ച് കൂടുതലാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓയിൽ ഫീൽഡ് പമ്പ് റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യന് മാത്രമേ അത് പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിന് ചീപ്പായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സാധാരണ എവിടെ വേണോ ലോക്കൽ വർക്ക്ഷോപ്പിൽ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വാട്ടർ ഫീൽഡിനെയും ഓയിൽ ഫീൽഡിനെയും പറ്റിയുള്ള ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തീരുമാനിക്കൂ, എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യൂ ഏതാണ് ബെസ്റ്റ് എന്ന്.